പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇനി വിശുദ്ധ ആരാധനയിൽ നിങ്ങൾക്കൊപ്പമായിരിക്കാനും വളരെ വിശേഷാൽ ദൈവവചനത്തിന്റെ സാക്ഷിയാകുവാനും ദൈവം എനിക്കായി ഇടയാക്കി തന്ന ഈ സാവകാശത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഇതിനായിട്ട് അവസരമൊരുക്കി തന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡൊമിനിക്കിനോടും ദൈവസഭയോടും ദൈവസഭയിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവവേലയെ സഹായിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവർക്കും എന്നെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. വളരെ വേഗത്തിൽ ദൈവം എന്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ച ദൈവത്തിന്റെ ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് മുമ്പ് APC കോട്ടയം തിയോളജിക്കൽ സെമിനാരിയുടെ പ്രവർത്തനങ്ങളിലും സെമിനാരിയുടെ മിഷൻ പ്രവർത്തനങ്ങളിലും ഈ ദൈവസഭയും ദൈവദാസനും ഈ സഭയിലുള്ള പ്രിയപ്പെട്ടവരും കാണിക്കുന്ന എല്ലാ ശിഷ്ടാദിക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുൻപാകെ ആയിരിക്കുന്നത്. കാരണം APC സെമിനാരിയെ സംബന്ധിച്ചിടത്തോളം മറക്കാനൊക്കാത്ത ഒരു ദൈവസഭയും ദൈവസഭാംഗങ്ങളുമാണ് ദോഹയിലുള്ള ഈ ദൈവസഭ എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ സഭയിലെ പല പ്രിയപ്പെട്ടവരും സെമിനാരിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. വിശേഷാല ഈ സഭ സെമിനാരിയുടെ മിഷൻ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കുകൊള്ളുന്നതോർത്ത് പ്രാർത്ഥിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എന്റെ നന്ദി ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. 16 വിദ്യാർത്ഥികളെ കൊണ്ട് ആരംഭിച്ചെങ്കിലും ഇന്ന് ഏകദേശം 450 വിദ്യാർത്ഥികൾ ഇന്ത്യയുടെ 21 സംസ്ഥാനങ്ങളിൽ നിന്നും അയൽ രാജ്യങ്ങളിൽ നിന്നുമായിട്ട് ദൈവത്തിന്റെ വചനം ക്രമീകൃതമായി പരിശീലിക്കപ്പെടുന്ന ഒരു സ്ഥാപനമാക്കി APC തിയോളജിക്കൽ സെമിനാരിയെ ദൈവം മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. 206 പേരെ മുഴുവൻ സമയ പഠനത്തിലായിരിക്കുന്നു. കഴിഞ്ഞ 12 വർഷം കൊണ്ട് ഏകദേശം 550 പരം ട്രെയിൻഡ് മിഷണറിമാരെ 24 സംസ്ഥാനങ്ങളിലായിട്ട് പ്ലേസ് ചെയ്ത് പ്രത്യേകിച്ച് ചർച്ച് പ്ലാന്റിങ്ങിനോടുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുവാൻ സെമിനാരിക്കും സെമിനാരിയുടെ കീഴിലുള്ള ട്രെയിനിങ് സെന്റേഴ്സിനും കഴിയുന്നുണ്ട്. ഓരോ വർഷവും കോട്ടയത്ത് നിന്ന് തന്നെ 60-ലധികം സുവിശേഷകർ എക്വിപ്റ്റായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഏകദേശം 220ഓളം മുഴുവൻ സമയ മിഷണറിമാര് ബീഹാർ UP സംസ്ഥാനങ്ങളിൽ സെമിനാരിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. 270-ലധികം ലോക്കൽ സഭകള് കോൺഗ്രിഗേഷൻസ് ഇതുമൂലം ഉടലെടുക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചു. വിശദമായിട്ട് ഒരു വിവരം നിങ്ങളുടെ മുൻപാകെ തരുവാൻ ഇന്ന് പകൽക്കാല സമയമില്ല. ഞാൻ ഇത് പറഞ്ഞത് നിങ്ങളുടെ പ്രാർത്ഥന ഇതിന് പിന്നിൽ അത്യാവശ്യമാണ്. നിങ്ങളുടെ സഹകരണം നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടും നിങ്ങളുടെ റിസോഴ്സസ് കൊണ്ടും ദൈവവേലയെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്നതിലപ്പുറം സഹായിക്കുവാൻ ദൈവവചനത്തിലൂടെ ദൈവദാസൻ എന്നുള്ള നിലയിൽ ദൈവസഭയെ ഞാൻ പ്രബോധിപ്പിക്കുക. പാട്ടുകാരൻ പറയുന്ന പ്രകാരമാ, ഒരു നാൾ നശ്വര ലോകം വിട്ടുപിരിയും നാം അതിവേഗം, അങ്ങേ കരയിൽ നിന്ന് നാം നേടിയത് എന്തെന്ന് അറിയും. ഈ ലോകം വെറുത്ത ദൈവത്തിന് വേണ്ടി കൊടുത്ത ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച ഈ ഭൂമിയിൽ നാം കഴിക്കുന്ന ആയുസ്, അതിന്റെ വില, അതിന്റെ മഹാത്മ്യം ഒരുപക്ഷെ ഈ ലോകത്തിനും ഈ ലോകത്ത് വെച്ച് നമുക്കും തിരിച്ചറിയത്തില്ല. എന്നാൽ ഒരു ദിവസമുണ്ട്, അങ്ങേ കരയിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചതിന്റെ വില മനസ്സിലാക്കുവാൻ നമുക്കിടയായിത്തീരും. നിങ്ങൾ നാട്ടിലേക്ക് വരുന്ന സമയത്ത് കോട്ടയത്ത് ക്യാമ്പസ് വിസിറ്റ് ചെയ്യണം. അതൊരു മിനി ഇന്ത്യയാണ്. ഏകദേശം 33 ഭാഷകൾ സംസാരിക്കുന്ന ദൈവദാസന്മാർ പരിശീലിക്കപ്പെടുന്ന ഒരു ദൈവവചന കളരിയാണ്. നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും പ്രാർത്ഥനയും ഞാൻ അതിനായിട്ട് ചോദിക്കുക. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ദൈവവചനത്തിലേക്ക് വരാം. ദൈവ മക്കൾക്ക് ദൈവവചനം ക്രമീകൃതമായി പഠിക്കുവാൻ ഒരു വേദി ഒരുക്കണമെന്ന് കഴിഞ്ഞ ഏറിയ വർഷങ്ങളായിട്ട് കോട്ടയം സെമിനാരി ചിന്തിച്ചു. എന്നാൽ വിദേശത്ത് താമസിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ക്യാമ്പസിൽ വരാനൊക്കാത്തത് കൊണ്ട് ഒരു മുഴുവൻ സമയ ഓൺലൈൻ പ്രോഗ്രാം തുടങ്ങുവാനായിട്ട് ആഗ്രഹിച്ചു. അതിന്റെ കർത്താവിദാസൻ പിന്നീട് വായിക്കും. മുഴുവൻ സമയം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങളുടെ ജോലിയൊന്നും അഫക്ട് ചെയ്യാതെ ക്രമീകൃതമായി ദൈവവചനം പഠിക്കുവാനുള്ള ഒരു വേദി സെമിനാരി ഒരുക്കുകയാണ്. അതിന്റെ ലോഞ്ചിങ് സെറമണി ദോഹയിലേത് നാളെ വൈകിട്ട് 7:30 മണിക്ക് ഇതേ ഹോളിൽ വെച്ച് നടക്കുകയാണ്. ദൈവവചനം പഠിക്കാൻ താല്പര്യമുള്ളവരും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതിനുള്ള സാഹചര്യമില്ല, എന്നാൽ ഒന്ന് നോക്കാം എന്ന് ചിന്തിക്കുന്നവരും അതിനെ പ്രാർത്ഥിച്ച് പ്രോത്സാഹിപ്പിച്ച് അതിനൊന്ന് ഒരു പബ്ലിസിറ്റി കൊടുത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരെ ആ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നാളെ നടക്കുന്ന ലോഞ്ചിങ് സെറമണിയിൽ ഇവിടെ കടന്നു വന്ന് അത് വിശദീകരിക്കുന്ന സമയത്ത് നിങ്ങൾ അത് കേൾക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുക. വേഗത്തില് ഞാൻ എന്റെ ഹൃദയത്തിലുള്ള ദൈവത്തിന്റെ ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ദൈവം എന്റെ ഹൃദയത്തിൽ വളരെ വിശേഷമായ ഒരു ദൈവത്തിന്റെ ആലോചന ദൈവസഭയോട് അറിയിക്കുവാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നാം എല്ലാവരും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ്. അറിഞ്ഞോ അറിയാതെയോ മനസ്സിന്റെ ഉള്ളിൽ ഒരു ആവേശം, ഒരു ഇൻഡിപെൻഡൻസിക്ക് വേണ്ടി, ഒരു ഫ്രീഡത്തിന് വേണ്ടി, ഒരു ലിബർട്ടിക്ക് വേണ്ടി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തുടിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പല അവസരങ്ങളിലും മറ്റാളുകൾ നമ്മുടെ ജീവിതത്തിന്റെ ബിസിനസ്സുമായിട്ട് ഇടപെടുമ്പോൾ നമ്മൾ പറയും,
നീ എന്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടണ്ട എന്നുള്ള നമ്മൾ നാവെടുത്ത് പറഞ്ഞില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്. അത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളിൽ തുടങ്ങി പ്രായമുള്ളവരിൽ വരെ കാണുന്ന ഏറ്റവും ശക്തമായ ഒരു മനഃശാസ്ത്രപരമായ ഒരു കാഴ്ചപ്പാടാണ് മനുഷ്യർക്ക് ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഒരു ഇൻഡിപെൻഡൻസിന് വേണ്ടി, ഒരു ഇൻഡിവിജ്വലിസത്തിലേക്ക് മനുഷ്യന്റെ ഒരു യാത്ര എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണമേ, എനിക്ക് 7 വയസ്സുള്ള ഒരു മകളുണ്ട്. എന്റെ മകളോട് ഒത്തിരി ഇൻസ്ട്രക്ഷൻസ് പറയുമ്പോ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് നീ ചെയ്യണം, ഇത് നീ ചെയ്യണം എന്നൊക്കെ പറയുമ്പോ തമാശ രൂപേണയെങ്കിലും എന്റെ മകൾ എന്നോട് പറയും, ഡാഡി സ്ത്രീകളുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് പറയും. ശ്രദ്ധിക്കണമേ, ഒരു കൊച്ചു കുഞ്ഞിന്റെ മനസ്സിൽ പോലും ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു പിതാവോ ഒരു മാതാവോ അവളുടെ കാര്യത്തിലേക്ക് ഡയറക്റ്റ് ആയി ഇടപെടുന്നതിനെ തടയാനുള്ള ഒരു മെന്റാലിറ്റി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇടം നേടുകയാണ്. ശ്രദ്ധിക്കണമേ, നമുക്ക് ഒരു പരിധി വരെ മറ്റുള്ളവർ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുന്നത് ഇഷ്ടമല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഇൻസ്റ്റിങ്ക്റ്റ് വളർന്നു 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 വളർന്ന് അപകടകരമായ ഒരു നിലവാരത്തിലേക്ക് ഉയരുവാനായിട്ടിടയായിരിക്കുകയാണ്. മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കുന്നത് അതർ ഡിപ്പെൻഡന്റ്, അതായത് മറ്റുള്ളവരെ ആശ്രയിച്ചു തുടങ്ങുന്ന ജീവിതം സെൽഫ് കോൺഫിഡൻസ് എന്ന രണ്ടാമത്തെ തലത്തിലേക്ക് വന്നിട്ട് മൂന്നാമത് ഒരു എക്സ്ട്രീമിലേക്ക് സെൽഫ് ഡിപ്പെൻഡന്റ് എന്നുള്ള നിലയിലേക്ക് മാറ്റപ്പെടുകയാണ്. ഇത് വളരെ അപകടം പിടിച്ച പണിയാണ്. സെൽഫ് കോൺഫിഡൻസ് നല്ലതാണ്, എന്നാൽ സെൽഫ് ഡിപ്പെൻഡന്റ്, അതായത് എനിക്കാരും വേണ്ട, എനിക്കുള്ളത് ഞാൻ തന്നെ ചെയ്യാനുള്ള കരുത്തും ആരോഗ്യവും ആവേശവും ഊർജവും എനിക്കുണ്ട്, അതുകൊണ്ട് എന്റെ ബിസിനസ്സിൽ ആരും ഇടപെടേണ്ട എന്നുള്ള സെൽഫ് ഡിപ്പെൻഡന്റ് ആ എക്സ്ട്രീം സ്റ്റേജ് ഒരു ആത്മീകനും ഒരു ലോകപ്രകാരമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അപകടത്തിലേക്ക് നയിക്കുമെന്ന് ഇന്ന് പകൽക്കാലം അറിയണം. ആ ഒരു ആശയത്തിലാണ് ദൈവം എന്നോട് സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സെൽഫ് കോൺഫിഡൻസിൽ നിന്ന് സെൽഫ് ഡിപ്പെൻഡൻസിയിലേക്കുള്ള യാത്രയിൽ മനുഷ്യനെ സ്വാധീനിക്കാറുണ്ട്. ഒന്ന്, എക്സ്പീരിയൻസ്. നാളുകളായി നാം ചെയ്തു വരുന്ന കാര്യം മറ്റുള്ളവരുടെ പരസഹായമില്ലാതെ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയും. ശ്രദ്ധിക്കണമേ, ഇത് വലിയൊരു കാര്യമാണ്. ഇപ്പൊ പുതുപ്പള്ളിയിലെ ബെസ്റ്റ് ബേക്കറി എന്ന് പറയുന്ന ഒരു ബേക്കറി ഉണ്ടോ? കോട്ടയക്കാർ ഒത്തിരി ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാം. അവിടെ ഒരു മനുഷ്യനുണ്ട്, ഞാൻ പലപ്പോഴും ഈ മനുഷ്യനെ ശ്രദ്ധിക്കാറുണ്ട്. നാം അവിടെ സെർവ് ചെയ്യാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് പോയി 1 കിലോ ഹൽവ വേണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം കറക്റ്റ് 1 കിലോ ഹൽവ കട്ട് ചെയ്യും. അത് തൂക്കി നോക്കേണ്ട ആവശ്യം പോലുമില്ല. കാരണം വർഷങ്ങളായി നിന്ന് കട്ട് ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അത് 990 ഗ്രാമും ആയിരിക്കത്തില്ല, 1100 ഗ്രാമും ആയിരിക്കത്തില്ല, കറക്റ്റ് 1 കിലോ ആയിരിക്കും. ഇങ്ങനെ എത്ര പേരുണ്ടെന്ന് അറിയാമോ? കാരണം വർഷങ്ങളായി ചെയ്തു വരുന്ന പണി പിന്നീട് സെൽഫ് കോൺഫിഡൻസ് എന്നുള്ള നിലയിൽ നിന്ന് ഈ എക്സ്ട്രീമിൽ ചെന്നിട്ട് എനിക്ക് തന്നെ ചെയ്യാം, സെൽഫ് റിലയന്റ് ആയ സെൽഫ് ഡിപ്പെൻഡന്റ് തലത്തിലേക്ക് മാറുവാനായിട്ട് ഇടയായി തീരാം. നിങ്ങൾ ഓർമ്മയുണ്ടോ, നിങ്ങൾ ആദ്യം വണ്ടി ഓടിച്ച നിമിഷങ്ങൾ എന്ത് പാടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കത്തില്ല, കറക്റ്റ് ഫോക്കസ്ഡ് ആയിട്ട് പോകുമായിരുന്നു. എന്നാൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പോൾ ആ രീതിയൊക്കെ മാറി. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ടെക്സ്റ്റ് ചെയ്യും. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു വണ്ടി ഓടിക്കുന്ന ഒരാൾ പത്രം വായിക്കുന്നു, മലയാള മനോരമ ഇങ്ങനെ മൊബൈലിട്ട് ഇങ്ങനെ നീക്കി വായിക്കുന്നത് കാണുവാനായിട്ട് ഇടയായിരിക്കുന്നു. അത് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, വർഷങ്ങളുടെ എക്സ്പീരിയൻസിൽ വരുന്നതാണ്. ശ്രദ്ധിക്കണമേ, ഇത് മനുഷ്യന്റെ ഉള്ളില് വരുന്ന ഒരു കാര്യമാണ്. ആ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്കാരെയും വേണ്ട, നമുക്ക് തന്നെ ചെയ്യാൻ കഴിയും. ആ ഒരു ലെവലിലേക്ക്, എക്സ്ട്രീമിലേക്ക് മനുഷ്യൻ പോകുവാനായിട്ട് ഇടയായിത്തീരും. രണ്ടാമത്, എബിലിറ്റി, നമ്മുടെ കഴിവുണ്ടെന്നുള്ള തോന്നല് നമ്മുടെ ഉള്ളിൽ അഴുത്തി എഴുതപ്പെടുമ്പോൾ മറ്റുള്ളവർ നമ്മിലേക്ക് വരുന്നത്, നമ്മുടെ ലോകത്തിലേക്ക് കയറുന്നത് ഇഷ്ടമല്ലാതായി പോകും. നമുക്ക് ടാലന്റ് ഉണ്ട്, നമുക്ക് കഴിവുണ്ട്, നമുക്ക് തന്നെ ചെയ്യുവാനുള്ള ആ ശേഷി ഉണ്ടെന്നുള്ള തിരിച്ചറിവ് അപകടകരമാം വിധം നമ്മുടെ മനസ്സിനെ മതിക്കുമ്പോൾ മറ്റുള്ളവരുടെ സഹായം, മറ്റുള്ളവരുടെ ഇൻവോൾവ്മെന്റ്, ഒരു എക്സ്റ്റേണൽ പ്രഷർ, അത് ദൈവത്തിൻ്റെതാണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ അതിനോട് നോ പറയുന്ന സാഹചര്യം ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർത്തിയും. മൂന്നാമത്തെ മേഖല എന്ന് പറയുന്ന അഫ്ലുവൻസ് ആണ്. നാം വെൽത്തിയാണെന്ന്, നമ്മുടെ കയ്യിൽ റിസോഴ്സസ് ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ സഹായം വേണ്ട, ദൈവത്തിന്റെ സഹായം പോലും പല അവസരങ്ങളിലും നോ പറയുന്ന നിലവാരത്തിലേക്ക് മാറുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, ഈ എബിലിറ്റി, അഫ്ലുവൻസ്, ഈ 3 മേഖലകൾ നമ്മെ സെൽഫ് കോൺഫിഡൻസ് എന്നുള്ള നിലയിൽ നിന്ന് സെൽഫ് ഡിപ്പെൻഡൻസി, സ്വയാശ്രയം, നമ്മെ തന്നെ, നമ്മുടെ എക്സ്പീരിയൻസിൽ നമ്മൾ ആശ്രയിക്കും, നമ്മുടെ എബിലിറ്റിയിൽ നമ്മൾ ആശ്രയിക്കും, നമ്മുടെ വെൽത്തിൽ, അഫ്ലുവൻസിൽ നമ്മൾ ആശ്രയിക്കും. ഈ നിലവാരത്തിലേക്ക് ഒരു ആത്മീയൻ പോലും പോകാനുള്ള സാഹചര്യം
സാഹചര്യമുണ്ട്. ഞാൻ ഇത് പറഞ്ഞിവിടെ എന്റെ ആമുഖം ഇവിടെ നിർത്തുകയാണ്. ശ്രദ്ധിക്കണമേ, ദൈവത്തിന് ഇത് പണ്ടേ അറിയാമായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യഹോവയായ ദൈവം ഇസ്രായേലിന് കൽപ്പനകൾ കൊടുക്കുമ്പോൾ ഇത് മനസ്സിലാക്കിയ ദൈവം, അതായത് ഇവര് പോയി സെറ്റിലായി, ഇവർ ആസ്വദിക്കുവാനുള്ള സന്തോഷം മുഴുവൻ ആസ്വദിക്കുന്ന സമയത്ത് ഇവർ സെൽഫ് ഡിപ്പെൻഡന്റ് ആണെന്ന് ഇവരുടെ മനസ്സിലേക്ക് ആ ആശയം കയറുന്ന സമയത്ത്, ഞാൻ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച എന്നെ ഈ ജനം മറന്നിട്ട് അവരിൽ തന്നെ ആശ്രയിക്കുന്ന ഒരു കാലം ഉണ്ടാകുമെന്ന് യഹോവയായ ദൈവം തിരിച്ചറിഞ്ഞിട്ട് ആവർത്തന പുസ്തകത്തിൽ യഹോവ ജനത്തിന് കൽപ്പന കൊടുക്കുമ്പോൾ പല തവണ ആവർത്തിച്ച് ജനത്തോട് യഹോവ കൽപ്പിച്ചാക്കുന്ന ഒരു നീതിയുണ്ട്, ഒരു കടമ്പയുണ്ട്, പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രോമിസ് ഉണ്ട്, അവരോട് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. യഹോവ പറയുന്നു, നീ നിന്റെ ദേശത്തേക്ക് വന്നിട്ട് സ്വസ്ഥത പ്രാപിക്കുമ്പോൾ, അവിടെ നീ അധ്വാനിച്ച് നിനക്ക് ഫലം കിട്ടുമ്പോൾ, അവിടെ നിന്റെ ജീവിതം സുഗമമാകുമ്പോൾ, അവിടെ നീ നല്ല വീടുകൾ വെച്ച് അവിടെ പാർക്കുമ്പോൾ, നിന്റെ ഭവനത്തിൽ നിന്റെ മേശയ്ക്ക് മുകളിൽ ആഹാരവും നിനക്ക് തലയ്ക്ക് മുകളിൽ ഒരു വീടും ഉള്ളപ്പോൾ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്നെ വിടുവിച്ച യഹോവയെ നീ മറക്കരുത്. ഇത് വിശദമായിട്ട് നിങ്ങളുടെ മുമ്പാകെ പറയുവാൻ എന്റെ മുമ്പാകെ സമയമില്ല. പക്ഷെ വേഗത്തിൽ ഒരു ഭാഗമായി ഒരു നീണ്ട പാസേജ് അത് വായിക്കുമ്പോൾ ഞാൻ എന്താ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അത് പറഞ്ഞു തിരുപ്പാനായിട്ട് താല്പര്യപ്പെടും. ആവർത്തന പുസ്തകത്തിലേക്ക് വരും. അതിന്റെ 8-ാം അധ്യായം. 8-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ യഹോവയെ മറക്കരുതെന്ന് പറഞ്ഞിട്ട് അതിന്റെ 3 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങളാണ് വായിക്കുവാനായിട്ട് താല്പര്യം. 2 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ ഞാൻ വായിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. നാമൊക്കെ പറയുന്നു, അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിന്റെ കാൽ വീങ്ങിയതുമില്ല. ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നീ നിന്റെ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം. ശ്രദ്ധിക്കണമേ, ഇസ്രായേൽ ജനത്തെ യഹോവയായ ദൈവം വിടുവിച്ച കനാൻ നാടിന്റെ വക്കിൽ കൊണ്ടുവന്നിട്ട് യഹോവയായ ദൈവം ഈ ജനത്തിന് ഒരു നിഷ്കർഷ കൊടുക്കുക, ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക. നിന്റെ ജീവിതത്തിലെ പഴയ കാലത്തെ നീ ഒരിക്കലും മറക്കരുത്. ശ്രദ്ധിക്കണമേ, നിന്റെ ജീവിതത്തില് അത്യന്തരമായ ഒരു വിടുതൽ ദൈവം തന്ന മരുഭൂമിയിലൂടെ നിന്നെ നടത്തി. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിയും നിനക്ക് കൂട്ടായിട്ട് തന്നു. നിന്റെ മുമ്പിൽ നിന്ന് നയിക്കാൻ മോശ എന്ന വലിയ ലീഡറിനെ തന്നു. നിന്നെ കൊണ്ടുവന്ന് മരുഭൂമിയിൽ വെച്ച് നീയും നിന്റെ പിതാക്കന്മാരും ഇന്നുവരെ സ്വപ്നം കണ്ടിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിച്ചിട്ട് നിനക്ക് സമൃദ്ധിയിലേക്ക് നിന്നെ യഹോവയായ ദൈവം കൊണ്ടുപോകുക. ഈ കൊണ്ടുപോകലിന്റെ പാതയിൽ ദൈവത്തിന് മനസ്സിലായി, ഈ ജനം അക്കരെ കടക്കും, ഈ ജനം കനാൻ നാട്ടിലേക്ക് ചെല്ലും. അവിടെ ചെന്നിട്ട് അവിടുത്തെ സമൃദ്ധിയിൽ അവർ ദൈവത്തെ മറക്കുന്ന ഒരു കാലം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് യഹോവയായ ദൈവം ഈ ജനത്തോട് പറയുക, എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ അക്കരെ ചെല്ലുമ്പോൾ എന്റെ പ്രവൃത്തിയെ നിങ്ങൾ മറക്കരുത്. നിങ്ങൾ മനസ്സിലാക്കണം, 40 വർഷങ്ങൾ നീ ഈ മരുഭൂമിയിലൂടെ നടന്നപ്പം നിന്റെ വസ്ത്രം ജീർണിച്ചു പോകാതെ, നിന്റെ കാലിലെ ചെരുപ്പ് പൊട്ടിപ്പോകാതെ, നിന്റെ പിതാക്കന്മാർ പോലും അറിയാത്ത പലതും നിന്റെ കയ്യിൽ തന്നിട്ട്, നിന്റെ പിതാക്കന്മാർ രുചിച്ചിട്ടില്ലാത്ത പലതും നിന്റെ കയ്യിൽ തന്നിട്ട്, നിന്റെ പിതാക്കന്മാർ അനുഭവിച്ചിട്ടില്ലാത്ത പലതും നിന്റെ കയ്യിൽ തന്നിട്ട് ഇന്നയോളം നിന്നെ നടത്തിയത് യഹോവയാണെന്നും നീയല്ല നിന്നെ വിടുവിച്ചതെന്നുമുള്ള തിരിച്ചറിവ് ദൈവജനത്തിനുണ്ടാകണമെന്ന് യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചാക്കുകയാണ്. ദൈവമക്കളെ, സെൽഫ് ഡിപ്പെൻഡൻസി അത് ആത്മീയതക്കെതിരാ. എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ വരുവാൻ ഞാനല്ല കാരണമായി തീർന്നത്. കാലങ്ങൾക്ക് മുമ്പ് ദൈവപ്രവൃത്തിയുടെ അടയാളമായി മിസ്രൈമിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ച അത്ഭുതത്തിന്റെ അവസ്ഥ എന്റെ ഭവനത്തിൽ കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് എന്നെ അടർത്തിയെടുത്ത് മരുഭൂമിയിലൂടെ കൊണ്ടുവന്ന് എന്നെ
ശരീരത്തിനും ജീവനും ആവശ്യമായതൊക്കെയും തന്ന, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം എന്റെ കയ്യിൽ തന്ന യഹോവയെ ഞാൻ എങ്ങനെ മറക്കും? എന്റെ യഹോവയെ ഞാൻ എങ്ങനെ ഓർക്കാതെ ഇരിക്കും? യഹോവ പറയുക, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇത് മറന്നു പോകരുത്. ഒരു കാലമുണ്ടായിരുന്നു, ഒരു അഫ്ലിക്ഷന്റെ കാലമുണ്ടായിരുന്നു, തകർക്കപ്പെടലിന്റെ കാലമുണ്ടായിരുന്നു, വേദനയുടെ കാലമുണ്ടായിരുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിച്ചതിന്റെ കാലമുണ്ടായിരുന്നു, ഒരു ഇല്ലായ്മയുടെ കാലമുണ്ടായിരുന്നു, ഒരു പരാജയത്തിന്റെ കാലമുണ്ടായിരുന്നു, ഒരു പകപോക്കലിന്റെ കാലമുണ്ടായിരുന്നു, ആളുകളെ അക്യൂസ് ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. യഹോവയുടെ പ്രവൃത്തി അവർ കടന്നു വന്നിട്ട് അതിൽ യഹോവയുടെ കൈ തന്നെ വിടുവിച്ച് മരുഭൂമിയിലൂടെ നടത്തി ശരീരത്തിനും മനസ്സിനും ആവശ്യമായതൊക്കെയും തന്ന് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത് എന്റെ എക്സ്പീരിയൻസ് അല്ല, എന്റെ അഫ്ലുവൻസ് അല്ല, എന്റെ എബിലിറ്റി അല്ല, എന്റെ കഴിവല്ല, എന്റെ മിടുക്കല്ല. സ്വർഗസ്ഥനായ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വന്നതാണെന്ന് മനസ്സിലാക്കാൻ ദൈവസഭയുടെ കണ്ണു തുറക്കണം. Don't forget the past. കഴിഞ്ഞ കാലങ്ങളെ ദൈവജനം മറക്കരുത്. യഹോവയുടെ വിടുതലിനെ ദൈവജനം മറക്കരുത്. ദൈവ പ്രവൃത്തി നിന്റെ മേൽ വന്നത് യഹോവ പറയുന്നു, നീ ഒരിക്കലും അത് മറക്കരുത്. ഈ ജനം കഴിഞ്ഞിട്ട് 7-ാം വാക്യത്തിലേക്ക് വരുമ്പോ ഈ അഫ്ലിക്ഷന്റെ കാലം കഴിഞ്ഞ് ദൈവം എങ്ങോട്ടാണ് ഇതിലേക്ക് കൊണ്ടുപോകുന്നത്? 7-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും ഉള്ള ദേശം, ഗോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവും ഉള്ള ദേശം, ഒരു വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായ യുവജീവനം കഴിയാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. 10-ാം വാക്യം പറയുന്നു, നീ ഭക്ഷിച്ച തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കാതിരിക്കുവാനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാക്കാതിരിക്കാനും. 12-ാം വാക്യം പറയുന്നു, നീ ഭക്ഷിച്ച തൃപ്തി പ്രാപിച്ച നല്ല വീടുകൾ പണിതവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്കുള്ള വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും. ശ്രദ്ധിക്കണമേ, a time of affluence, time of afflictionൽ നിന്ന്, പരാജയത്തിന്റെ കഷ്ടപ്പാടിന്റെ യോഗ്യതയില്ലാതിരുന്നതിന്റെ ഒരു കാലത്ത് നിന്ന്, നമ്മളല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ എക്സ്പീരിയൻസ് അല്ല, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ വന്നിട്ട് ഒരു ടൈം ഓഫ് അഫ്ലുവൻസിലേക്ക്, ഒരു സമൃദ്ധിയിലേക്ക്. ഇതെന്റെ നാടല്ല, ഞാൻ സ്വപ്നം കണ്ട നാടല്ല, ഞാൻ സ്വപ്നം കണ്ട യോഗ്യതയുള്ള നാടല്ല, എന്റെ കയ്യിൽ യഹോവ ഏൽപ്പിച്ച നാട്ടിലേക്ക് ദൈവം എന്നെ ഗൈഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുക. ശ്രദ്ധിക്കണമേ, തൊടുന്നതൊക്കെയും പൊന്നാകുന്ന നാടാ, പാലും തേനും ഒഴുകുന്ന ദേശമാണ്, വിതയ്ക്കുന്നതിന് 100 മേനി തിരിച്ചു കിട്ടുന്ന ദേശമാണ്. അവിടെ പറയുന്നു ആടുപാടുകൾ, അവിടെ പറയുന്ന കൃഷികാര്യങ്ങൾ, അവിടെ പറയുന്ന ഭക്ഷണങ്ങൾ, അവിടെ പറയുന്ന വീടുകൾ, ഇതെല്ലാം പണ്ടത്തേതുമായി തട്ടിച്ചു നോക്കുമ്പോ ഇത് എത്രയോ മഹാത്മ്യമുള്ളതാ. അവിടെ ശത്രുക്കളെ ദൈവം മുഴുവൻ സംഹരിച്ചിട്ട് ഹൃദയത്തിന് സമാധാനമുണ്ട്, ശരീരത്തിന് സ്വസ്ഥതയുണ്ട്, മനസ്സിന് സമാധാനമുണ്ട്. നിങ്ങൾ ആ ചേഞ്ച് ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ട് യഹോവ ജനത്തോട് പറയുക, ഈ സാഹചര്യത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ പറിച്ചു നട്ടത് നിങ്ങളുടെ കഴിവും മിടുക്കുമല്ല, മറിച്ച് സ്വർഗസ്ഥനായ ദൈവം അളവില്ലാതെ നിന്റെ മേൽ ചൊരിഞ്ഞ ദൈവ കൃപ കൊണ്ട്, ദൈവത്തിന്റെ കണ്ണ് നിന്റെ മേല്, അവന്റെ കൃപ നിന്റെ ശിരസിന്റെ മേലെ ഉടക്കിയത് കൊണ്ട് നീ ഈ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു എന്ന് തിരിച്ചറിയണമെന്ന് യഹോവ പറയുക. ദൈവമക്കളെ, ദൈവത്തെ മറക്കരുത്. അതാണ് ഈ ഭാഗത്തിൽ ദൈവം പറയുന്നത്. Never forget God. ദൈവത്തെ മറക്കരുത്. ജീവിതത്തിൽ ദൈവം ചെയ്ത കോൺട്രിബ്യൂഷൻസ്, ദൈവം നൽകി തന്ന കോൺട്രിബ്യൂഷൻസ്, ദൈവം മാത്രമല്ല. ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ദൈവവും എനിക്ക് ചുറ്റുമുള്ളവരും എന്റെ ജീവിതത്തോട് ചെയ്ത കോൺട്രിബ്യൂഷൻസ്, ഇറ്റ്സ് ടു മച്ച്, ഹ്യൂജ്. ജീവിതത്തിൽ ഇത് മറന്നാൽ നമ്മുടെ അടിസ്ഥാനം പോയി. ശ്രദ്ധിക്കണം, സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ച് അല്ല പറയുന്നത്, സെൽഫ് ഡിപ്പെൻഡൻസിയെ കുറിച്ച്. ആ എക്സ്ട്രീമിലേക്ക് പോയാൽ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം തന്നെ തകരുകയാണ്.
നാം ഇന്നായിരിക്കുന്ന അവസ്ഥയ്ക്ക് കാരണമായി തീർന്ന യഹോവയുണ്ട്. ഞാൻ ഇന്നായിരിക്കുന്ന അവസ്ഥയ്ക്ക് കാരണമായി തീർന്നിരിക്കുന്ന ആളുകളുണ്ട്. ഇവയെ മറക്കരുതെന്ന് യഹോവയായ ദൈവം പറയുക. പണ്ടത്തെ നാളിനെ ഒന്ന് ഓർക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ദൈവജനത്തെ ഇന്ന് പകൽക്കാലം പ്രബോധിപ്പിക്കുക. മൂന്നാമത്തെ, യഹോവയ്ക്കറിയാം ആ കഷ്ടതയിൽ നിന്ന് ഇത്ര സമൃദ്ധമായ ഒരു മേഖലയിലേക്ക് ഈ ജനത്തെ കൊണ്ടുവന്നപ്പോ അവര് പോയേക്കാവുന്ന, ഞാൻ മുമ്പ് പറഞ്ഞ സെൽഫ് ഡിപ്പെൻഡന്റ് സ്റ്റേജ് 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് അത് പറയുന്നത്. അവിടെ പറയുന്നു, നിന്റെ ഹൃദയം നിങ്ങളിക്കാതിരിക്കുവാനും നിന്നെ അടിമവീടായ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും തേടും വെള്ളമില്ലാത്ത വരൾച്ചയും ഉള്ള വലിയതും ഭയങ്കരമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽ പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്നെ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ നീ മറന്ന് എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും എന്റെ ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം. ദൈവത്തിന് അറിയാം, there is a possibility when we get a transfer from the stage of affliction to a stage of affluence. ശ്രദ്ധിക്കണം, ഇത് പണത്തിന്റെ കാര്യം മാത്രമൊന്നുമല്ല കേട്ടോ. ഇവിടെ പണത്തിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്. ശരീരത്തിന്റെ സൗഖ്യം, ശരീരത്തിന്റെ നന്മ, ആഗ്രഹങ്ങളുടെ നിവർത്തി, പണം, സമ്പത്ത്, വീട്, ഭക്ഷണം, ഒരു മനുഷ്യന് ചുറ്റും അവന് സുഖിക്കുവാൻ, അവന് സന്തോഷമായി ഇരിക്കുവാൻ വരുന്നതെല്ലാത്തിനെ കുറിച്ചുമാണ് ഇവിടെ ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയുന്നത്. ഈ അവസ്ഥയിലേക്ക് വരുമ്പോൾ there is a possibility. എന്താണെന്ന് അറിയാമോ? നമ്മുടെ സ്വയത്തെ ഡിപ്പെൻഡ് ചെയ്യാൻ, നമ്മെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. യഹോവ പറയുക, ഈ പോസിബിലിറ്റി നീ അതിന്റെ വേരോട് അറുത്ത് കളയണം. നിന്നെ കൊണ്ടുവരുവാൻ, നിന്നെ സഹായിച്ചത്, നിന്നെ ഇത്രത്തോളം നിലനിർത്തിയത്, നിന്റെ കയ്യിൽ ഇത് ഏൽപ്പിച്ചത്, നീ അനുഭവിക്കുന്ന സന്തോഷം നിന്റെ കുടുംബമായിരിക്കാം. നല്ല കുടുംബത്തെ തന്നത്, നല്ല തലമുറയെ തന്നത്, തലമുറയ്ക്ക് നല്ല വിദ്യാഭ്യാസം തന്നത്, നിന്റെ കയ്യിൽ ജീവിക്കുവാനുള്ള സമ്പത്ത് തന്നത്, നീ അനുഭവിക്കുന്നതെല്ലാം നിനക്ക് നൽകി തന്നത് യഹോവയാണെന്നുള്ള തിരിച്ചറിവ് ദൈവസഭ ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. Never forget God. ഇത് പോസിബിൾ. ശ്രദ്ധിക്കണം, എനിക്കറിയാം സെൽഫ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് എക്സ്ട്രീം. കർത്താവിദാസന്മാരാണ്, നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഞാൻ ഓർമ്മയുണ്ട് എന്റെ ആദ്യത്തെ പ്രസംഗം ഞാൻ ബൈബിൾ സ്കൂളിൽ പോയിട്ട് ആദ്യത്തെ പ്രസംഗം ചെയ്യാൻ എന്റെ സഭയിൽ വന്നത് ഓർമ്മയുണ്ട്. എന്റെ സഭയിലുള്ള ഒരു കുഴപ്പമുണ്ട്. ബൈബിൾ സ്കൂളിൽ പോയാൽ പിറ്റേ ആഴ്ച മുതൽ സഭയിൽ പ്രസംഗിക്കണം. അത് 1-2 മിനിറ്റ് അല്ല, 40 മിനിറ്റ് പ്രസംഗിക്കണം. നിങ്ങൾക്കറിയാമോ, ഒരു 17 വയസ്സുകാരൻ ആദ്യമായി ബൈബിൾ സ്കൂളിൽ പോയി ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്ന പാസ്റ്റർ 40 മിനിറ്റ് തരിക. അന്ന് ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റോ 7 മിനിറ്റ് പ്രസംഗിച്ചത് ഓർമ്മയുണ്ട്. ബാക്കി ഒന്നും ഇന്നും എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെയാണ് അവിടെ നടന്നതെന്നുള്ളത്. ശ്രദ്ധിക്കണമേ, കാലങ്ങൾ ഒത്തിരി കഴിഞ്ഞു. ഇന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവം പല അവസരങ്ങളിൽ പ്രിപ്പയർ ചെയ്യാൻ അങ്ങോട്ട് സമയമില്ല. പണ്ടൊക്കെ ഒരു മെസ്സേജ് അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യണമായിരുന്നു, എത്ര ദിവസം വേണമായിരുന്നു, എത്ര സമയം ദൈവസേന ഇരുന്ന് പ്രാർത്ഥിക്കണമായിരുന്നു, എത്ര സമയം ധ്യാനിക്കണമായിരുന്നു. ശ്രദ്ധിക്കണമേ, അത് ആ കാലമായിരുന്നു. എന്നാൽ എക്സ്പീരിയൻസ്, ടാലൻസ്, ഇതങ്ങോട്ട് ഉള്ളിലെ സ്കിൽ ഡെവലപ്മെന്റ്, ഇതങ്ങോട്ട് ഉള്ളിലേക്ക് വന്നപ്പോൾ അതിന്റെ സീരിയസ്നെസ് അങ്ങോട്ട് പോവുക. ഇപ്പം പ്രസംഗം അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യാൻ സമയമൊന്നും വേണ്ട. ശ്രദ്ധിക്കണമേ, അതാ സെൽഫ് ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ അത് അപകടമാണ്. സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ ആദ്യം സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ വന്ന കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. എന്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചായിരുന്നു വരുന്നത്. ഇപ്പം സൺഡേ സ്കൂൾ ക്ലാസ്സിൽ വന്നിട്ടല്ലയോ നമ്മൾ പുസ്തകം തുറന്ന് നോക്കുന്നത്. സെൽഫ് ഡിപ്പെൻഡൻസിയിലേക്ക് നമ്മൾ പോയില്ലേ? ഇതാ പറയുന്നത് വെരി പ്രാക്ടിക്കൽ. ഇത് എല്ലാവർക്കും പറ്റും, ഡ്രൈവർമാർക്ക് മാത്രമല്ല. ദേശമാർ ഒരു റിപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആദ്യം ഇഞ്ചക്ഷൻ വെക്കാൻ കുത്തുന്നത് വേറൊരാളുടെ ശരീരത്താണെങ്കിലും വേദനിക്കുന്നത് നമ്മുടെ മനസ്സിലായിരുന്നു. എന്നാൽ ഇപ്പോഴോ 8 വർഷം കഴിഞ്ഞു, 10 വർഷം കഴിഞ്ഞു, നമ്മുടെ ഡേ ടു ഡേ എന്താ പറയുക ഷെഡ്യൂളിൽ വന്നുപോയി. നമ്മുടെ ശരീരവും മനസ്സും അതുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടു പോയി. നോ പ്രിപ്പറേഷൻ. അതാ സെൽഫ് ഡിപ്പെൻഡൻസ്. കോൺഫിഡൻസ് സൈക്കോളജിക്കലി ഇറ്റ്സ് ഓക്കെ, നമുക്ക് ചെയ്യാൻ. പൗലോസ് തന്നെ പറയുന്നുണ്ട്, എന്താ പറഞ്ഞു, എനിക്ക് സകലവും സാധ്യമല്ല. അതല്ലേ ഫിലിപ്പിയർക്കാരൻ പറയുന്നത്. സങ്കീർത്തനക്കാരൻ എന്താ പറഞ്ഞേ, പടക്കൂട്ടത്തിന് നേരെ. അതൊക്കെ സെൽഫ് കോൺഫിഡൻസിന്റെ ഭാഗമാണ്. എന്നാൽ അതിന്റെ നെക്സ്റ്റ് ലെവലാണ് ഈ സെൽഫ് ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞത്. ഞാൻ, എന്റെ കൈയുടെ ബലം, എന്റെ അധ്വാനം, എന്റെ ലോകം, ഡേഞ്ചർ.
അത് ശുശ്രൂഷകനായ എനിക്കാണെങ്കിലും ജോലി ചെയ്യുന്ന നിങ്ങൾക്കാണെങ്കിലും ദൈവം പറയുന്നു, ഒരു സ്റ്റേജ് ഓഫ് അഫ്ലിക്ഷനിൽ നിന്ന് നിനക്കുള്ള സകലതും നൽകി തന്ന നിന്നെ സ്റ്റേറ്റ് ഓഫ് അഫ്ലുവൻസിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ തന്ന ഇവിടെ വന്ന് നിൽക്കുമ്പോ മറക്കരുത് പഴയതിനെ. നിന്നെ ദൈവം എവിടുന്ന് ഉയർത്തിയെടുത്തു എന്ന്, ദൈവം എവിടുന്ന് നിന്നെ വിടുവിച്ചെന്ന്, ഇന്ന് നിന്റെ കയ്യിൽ അധ്വാനിച്ച് കിട്ടുന്ന ഫലത്തിന്റെ ഗുണം അത് നീ അധ്വാനിച്ച് കിട്ടുന്നതല്ല, ദൈവം ദാനമായിട്ട് നിന്റെ കയ്യിൽ തന്നതാണ് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുക. പലപ്പോഴും നമുക്ക് ദൈവത്തെ മാത്രമല്ല മനുഷ്യനെ മറക്കുന്നത് ഒരു ശീലമാണ്. നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്തിട്ടുള്ള എത്ര പേരുണ്ട്? മറക്കാറുണ്ടോ? പലപ്പോഴും ജീവിതത്തിൽ ഓർക്കാറുണ്ടോ? അതെല്ലാം ചോദിക്കാൻ എളുപ്പം. ദൈവസന്നിധിയിൽ ഇരുന്ന് പലപ്പോഴും ഒക്കെ ഓർക്കണം. ഞാനിവിടെ ഇരിക്കുമ്പോൾ I remember hundreds of people. എൻ്റെ അധ്യാപകരും എൻ്റെ സ്നേഹിതരും എൻ്റെ സഹപ്രവർത്തകരും ആയിട്ടുള്ള നൂറുകണക്കിന് ആളുകളെ എനിക്ക് ഇപ്പോഴും നോക്കാനായിട്ട് നോക്കും. Those who have contributed in my life. ഒരു സാധാരണ കുടുംബത്തിൽ പത്തനാപുരത്തിനടുത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച വ്യക്തിയാണ്. I studied in an English medium school where English was taught in Malayalam. നാട്ടിലെ സ്കൂളിൽ നിങ്ങൾക്കറിയാം, മലയാളത്തിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ച ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഇന്ന് ഒത്തിരി പരാജയങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. മറ്റു പൊസിഷൻസ് ഒന്നും ചിന്തിക്കണ്ട. ഈ ദൈവത്തിന്റെ വചനവുമായി ദോഹയിലുള്ള ഈ സഭയിൽ നിൽക്കുമ്പോൾ I remember hundreds of people, നൂറുകണക്കിന് ആളുകളെ എനിക്ക് ഓർമ്മയുണ്ട് എന്റെ ജീവിതത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഡോക്യുമെന്ററി കാണുകയായിരുന്നു. ഒരു പ്രായമുള്ള ഒരു പിതാവും ഒരു യൗവനക്കാരനായ തന്റെ മകനും കൂടി ഒരു പാർക്കിൽ ചെന്നിരിക്കുക, ബെഞ്ചിൽ ചെന്നിരിക്കുക. മകൻ പത്രം വായിക്കുക. പിതാവിന് പ്രായം ഉണ്ടായിട്ട് കണ്ണു കാണത്തില്ല. പിതാവിന്റെ ശബ്ദം കേട്ടിട്ട് മകനോട് ചോദിക്കുക, വാട്ട് ഈസ് ഇറ്റ്? അപ്പം ഈ മകൻ പറഞ്ഞു, ഡാഡി ഇറ്റ്സ് എ സ്പാരോ. കുറച്ചുകൂടെ കഴിയുമ്പോൾ വീണ്ടും ശബ്ദം കേട്ട് ഈ കണ്ണു കാണാൻ വയ്യാത്തോണ്ട് പിതാവ് വീണ്ടും ചോദിക്കാം, വാട്ട് ഈസ് ഇറ്റ്? ഈ മോൻ പറഞ്ഞു, ഡാഡി ഇറ്റ്സ് എ സ്പാരോ. മൂന്നാമത് വീണ്ടും ശബ്ദം കേട്ടപ്പോൾ ഈ പിതാവ് മകനോട് ചോദിക്കുക, മോനെ വാട്ട് ഈസ് ഇറ്റ്? ഈ മകൻ പറഞ്ഞു, ഡാഡി ഐ ടോൾഡ് യു 3 times ഇറ്റ്സ് എ സ്പാരോ. ഞാൻ നിന്നോട് 3 പ്രാവശ്യം പറഞ്ഞു ഇതൊരു പക്ഷിയാണെന്ന്. നീ എന്നോട് വീണ്ടും എന്നെ പത്രം വായന ശല്യപ്പെടുത്തി നീ എന്നോട് ചോദിക്കണം. കോപാകുലനായ ഈ മകന്റെ പ്രതികരണം കേട്ടിട്ട് ഈ പിതാവ് നേരെ തൊട്ടടുത്ത വീട്ടിലേക്ക് ചെല്ലിയ അവിടുത്തെ ഒരു ഡയറി എടുത്തോണ്ട് വന്നിട്ട് ഒരു തപ്പി പിടിച്ചൊരു പേരെടുത്ത് ഈ മകന്റെ അടുത്ത് വായിക്കാനായിട്ട് കൊടുത്തു. മകന്റെ അടുത്ത് വായിക്കാൻ കൊടുത്തപ്പോൾ പിതാവിന്റെ പഴയ ഡയറിയാ. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇംഗ്ലീഷിലാ. ടുഡേ മൈ സൺ ക്രോസ്ഡ് ഹിസ് 3rd year in this earth. ഈ ലോകത്തിൽ തന്റെ 3 വയസ്സ് എന്റെ മകനെ കുറിച്ചാ ജീവിച്ചു. പഴയ ഡയറിയാ ജീവിച്ചു തീർന്നു. ഞങ്ങൾ രണ്ടുകൂടെ പാർക്കിൽ വരിക എഴുതി വെച്ചേക്കുക. പാർക്കിൽ വന്നപ്പം എന്റെ മകൻ എന്നോട് ചോദിച്ചു, ഒരു പക്ഷിയെ കണ്ടില്ല. മകൻ ഒരു മനസ്സിലാകാതെ എന്നോട് ചോദിച്ചു, ഡാഡി വാട്ട് ഈസ് ഇറ്റ്? ഐ ടോൾഡ് ഹിം ഇറ്റ്സ് എ സ്പാരോ. കുറച്ച് കഴിഞ്ഞപ്പോ ഇവന് വീണ്ടും എന്നോട് ചോദിക്കുക, ഡാഡി ഇതെന്തുവാ? ഞാൻ വീണ്ടും അവനോട് പറഞ്ഞു, മോനെ ഇറ്റ്സ് എ സ്പാരോ. വീണ്ടും എന്നോട് ചോദിച്ചു. 21 പ്രാവശ്യം എന്റെ മകൻ എന്നോട് ചോദിച്ചു, ഡാഡി വാട്ട് ഈസ് ഇറ്റ്? 21 പ്രാവശ്യവും അവന്റെ തലയിൽ ഞാൻ കൈവച്ച് അവനെ ആശ്ലേഷിച്ചിട്ട് I told him, son, it is a sparrow. ശ്രദ്ധിക്കണമേ, നീയായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ നിന്നെ നീയാക്കാൻ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒത്തിരി ചില സമയത്ത് നമ്മൾ ഓർക്കത്ത് പോലുമില്ല. നമ്മെ ഫെയറാക്കാൻ തൊലി കറപ്പിച്ച ഒത്തിരി പേര്, നമ്മളെ ബുദ്ധിമാന്മാരാക്കാൻ വിഡ്ഢിവേഷം കിട്ടിയ ഒത്തിരി പേര്, എന്നെ നേരെ നിർത്താൻ നട്ടല് വളച്ച ഒത്തിരി പേര്, നിന്റെ മാതാപിതാക്കളും നിന്റെ സഹോദരന്മാരും നിന്റെ സ്നേഹിതന്മാരും അതിൽപ്പെടുമായി. പകൽക്കാലം ദൈവസഭയോടുള്ള ദൈവത്തിന്റെ ദൂതായിരുന്നു, നെവർ നെവർ ഫോർഗെറ്റ് ദ പാസ്റ്റ്. കഴിഞ്ഞ കാലങ്ങളെ മറക്കരുത്, ദൈവത്തെ മറക്കരുത്, ദൈവത്തിന്റെ പ്രവൃത്തിയെ മറക്കരുത്. നിന്റെ ജീവിതത്തിൽ ദൈവം തന്ന അനേകം പ്രിയപ്പെട്ട നമ്മുടെ കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് ഇന്ന് പകൽ നമ്മൾ നേരെ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കണം. പിതാക്കന്മാർ രുചിച്ചിട്ടില്ലാത്ത, പിതാക്കന്മാർ അറിഞ്ഞിട്ടില്ലാത്ത മന്ന ഇന്ന് എന്റെ കയ്യിലുണ്ട്. എന്റെ പിതാവ് രുചിക്കാത്ത മന്ന ഇന്ന് ഞാൻ അനുഭവിക്കുന്നു.
ഈ നന്മ എന്റെ കയ്യിൽ വരുവാൻ കാരണമായ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞു, യാതൊരു കണ്ടീഷനും വെക്കാതെ അടിയറവ് പറഞ്ഞു. ദൈവമേ, ഇന്ന് ഞാൻ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷയ്ക്കായിട്ട് നിൽക്കുന്നത്, ഇന്ന് ഞാൻ അങ്ങയുടെ മുമ്പാകെ ജീവനോടെ നിൽക്കുന്നത്, ഇന്ന് ഞാൻ അങ്ങയുടെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കുന്നത്, സന്തോഷിക്കുന്നത് അങ്ങയുടെ കൃപ എന്റെ മേൽ അളവില്ലാതെ ചൊരിഞ്ഞത് കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഇത് തിരിച്ചറിയുന്നു. ദൈവമേ, സെൽഫ് ഡിപെൻഡൻസിയിലേക്ക് പോകാതെ അങ്ങയെ ആശ്രയിച്ച് അങ്ങക്ക് നന്ദി കയറ്റി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ ദിനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാൻ